ഇവനാണ് ആസിഫ്. അതെ, ഞാനാണ് ആസിഫ്. എന്താ വേണ്ടത്? ഞാനത് വലിയ വലിയ പുള്ളിക്കാരനാക്കിയാ ജീവൻ. നീ എന്തിനു വലിയ പുള്ളിക്കാരനെന്ന് വിചാരിക്കുന്നത്? ഇനി നിനക്ക് വേണ്ടി ഞാൻ ഡാഡി മെറ്റീരിയൽ ആവാടാ, ബോഡി ഷേവിംഗ് ചെയ്യുക. എന്നാ ഞാൻ നിന്നിൽ കണ്ടൊരു പ്രത്യേകത പറയട്ടെ. നിന്റെ തല പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് കമിഴ്ത്തിയാലും നിവർത്തിയാലും ഒരുപോലെ ഇരിക്കും. കാരണം നിന്റെ മുടിയും താടി സെയിം വേവ് ലെങ്ത് ആണെന്ന് പറയുന്നത് നോക്കിയാൽ. കാരണം മുടി ഒരുപോലെ താടി ഒരുപോലെ അല്ലേ, ആ സ്പെഷ്യൽ എബിലിറ്റി. ഇവനാണ് ആസിഫ്. ഇവനെ കാണുമ്പോൾ എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഡോറേമോൺ 3D കണ്ണാടി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഇൻസ്റ്റ മൊത്തം അവരാണ്. സത്യം പറ, നീ ഇൻസ്റ്റാഗ്രാം ആണ് എടുത്ത് നോക്കിയത്? ഇൻസ്റ്റാഗ്രാമിന്റെ ഫ്രണ്ട് ക്യാമറയാണോ നീ ഓപ്പൺ ചെയ്തത്? പറ ചക്കരെ. എന്റെ കൂട്ടുകാരന്മാര് പറയും ഇവന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ. നിന്റെ കൂട്ടുകാരന്മാരെ നിന്നെ അറിഞ്ഞുകൊണ്ട് കുഴി തള്ളിയിട്ടുണ്ട്. നെവർ ട്രസ്റ്റ് എനിവൺ. ഓക്കെ, ഫേക്ക് പീപ്പിൾസ്. ഓക്കെ, ഇനി അവരുടെ മിണ്ടല്ലേ. സമാധാനമായില്ലേ ഇപ്പൊ? ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. പിന്നെ നീ ഇപ്പൊ മാങ്ങ പറിക്കാനാണ് എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്? എന്റെ ഏതൊരു ഉടുപ്പ് മുണ്ടൊക്കെ ഊരിച്ചു. ഉടുപ്പ് കൊണ്ട് ഊരിട്ട് നീ എന്തിനാ റേപ്പ് ചെയ്യാൻ പോണാ? നീ ഉടുപ്പൊക്കെ മുണ്ടൊക്കെ കൊടുത്ത്. ആടാ, ഉടുപ്പൊക്കെ ഒരു മുണ്ട കൊടുത്ത് നിന്റെ അണ്ണാക്കിൽ ഒരു തിരിയും കൂടി ഒന്ന് കത്തിച്ചു പോടാ. ഡാൻസ് വീഡിയോസ് ഒക്കെ ഉള്ള എന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ നീ ഇഷ്ടപ്പെടുമ്പോ ഇപ്പൊ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 2 കിലോ അരി തരും. അഴിച്ചു പോടാ മായക്കണ്ട. സോറി ഡോറേമോനെ. റോസ്റ്റിങ് വളരെ ബോറിംഗ്. അങ്ങനെ പറയരുത് സാർ, ഞാനൊക്കെ ദൂരെ വരുമോ സാർ? എന്റെ കഞ്ഞി കൂടി മുട്ടിക്കല്ലേ സാർ? ബോറിംഗ്, വെറും ബോറിംഗ്. കൊട കഴിഞ്ഞോ? എന്നിട്ട് വിചാരിക്കുമ്പോ ഭയങ്കര വലിയ ജഡ്ജാണെന്ന്. ഈ ടുൺ മോസിനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ ഏത് നോർത്ത് ഇന്ത്യൻ കണ്ട് ഇവനെ എന്ത് ചീത്ത വിളിച്ച് തിരിച്ചു ചെയ്ത് വിളിക്കാൻ പോയപ്പോ ഒരു നോർത്തിന്റെ കാര്യം വന്ന് എന്റെ വീട്ടുകാർക്ക് ഒന്ന് ചീത്ത വിളിച്ചപ്പോ ഞാൻ അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അപ്പൊ ഞാൻ പൊട്ടൻ. ഇപ്പൊ നാളെ നിന്നെ ഒന്നിടത്ത് വീട്ടുകാർക്ക് ചീത്ത വിളിക്കണമെങ്കിൽ നീ 2 കരകൾ നീട്ടി അവാർഡ് വാങ്ങുന്നവർക്ക് വാങ്ങും. ആ ചീത്ത വിളിച്ചോണ്ട് അടുത്ത് നീ എന്തോ പറയും? ഓ, എന്റെ അച്ഛനായിരുന്നു വിളിച്ചത്. ഓ, പറയണ്ടേ, ലോനപ്പോണ്ടോ അടി പോക്കിട്ടി, നീ ഇങ്ങനെയൊക്കെ പറയോ? പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് അറിയത്തില്ല, വരുമായിരിക്കും. അവരോട് എനിക്ക് പറയാം ഒറ്റ കാര്യം. അത്രേ ഉള്ളൂ. ആ ഒറ്റ കാര്യം പറയടാ മോനെ. I don't care. What the fuck? I don't care. Why are you gay? Who says I'm gay? You are gay. ഇവനെ പോലുള്ള സപ്പോർട്ട് ചെയ്യാതെ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻസിന് സപ്പോർട്ട്. എന്നെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാതെ നേരെ അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ, കേരള മാട്രിമോണിയില്ലേ. നിങ്ങളുടെ സൈസ് ചെറുതാണോ? നിങ്ങൾക്ക് വലുതാക്കാൻ താല്പര്യമുണ്ടോ? നേരെ അവന്റെ അടുത്ത് ലോകം പിടിച്ച് വലിച്ചങ്ങ് നീട്ടും. പൊക്കം കുട്ടികൾ പോലും ഇവര് പിടിച്ചിക്കാൻ പറ്റിയില്ല. പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര വഴുതലായിരുന്നു. ഒരു കാര്യം ചെയ്ത് അത്ര വിഷമമാണ്. നീ പോയി പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ മക്കളെ ചെല്ലിപ്പോ ഇവനൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ കരയുക. എന്തൊന്നും നീ റിയാക്ഷൻ ചെയ്താൽ ഞാൻ കരയൂന്നാ? ഒരു മിനിറ്റ്. ആ തരിപ്പങ്ങ് മാറി. ഇനി നീ പറ. വേസ്റ്റേജ് ഓഫ് മൈ വീഡിയോ. വേസ്റ്റേജ് ഓഫ് യുവർ വീഡിയോ അല്ലേ? എന്നിട്ടാണ് നാണോ ഇല്ലാതെ എന്നെ തന്നെ റിയാക്ഷൻ ചെയ്യാൻ എടുത്തിട്ട് അത് എനിക്ക് തന്നെ സെൻഡ് ചെയ്തത്. എന്നിട്ട് എന്റെ സെക്കൻഡ് അക്കൗണ്ടിൽ വെച്ച് എന്നിട്ട് എനിക്ക് മെൻഷൻ ചെയ്തിട്ട് വേസ്റ്റേജ് ഓഫ് യുവർ വീഡിയോ എന്ന് എനിക്ക് അയച്ചിട്ട് അവൻ പറയണേ നിനക്കുള്ള പരിപ്പോട് അയച്ചിട്ടുണ്ടോ? ഞാൻ പരിപ്പോട് അല്ലടാ കണ്ട, ഞാനൊരു ഗുണ്ടാണ് ഞാൻ കാണുന്നത്. ഗുണ്ട് ഉള്ളത് 1500 ഫോളോവേഴ്സ്. അതൊന്നും നിനക്കൊരു 1500 ഉള്ളതാ? നിനക്കൊരു ബിരിയാണി കൂടി വേണ്ടി തരാം. എന്നിട്ട് പാലത്തിന്റെ അടി പോയി ഫോളോവേഴ്സ് 1500 എന്നാ? സോറി അങ്കിൾ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ക്ഷമിക്കണേ. 1500 ഗായ്സ്. എന്റെ കണ്ണിന്റെ കുഴപ്പമാണ് കേട്ടോ, അവന്റെ തെറ്റല്ല. എന്റെ കണ്ണിന്റെ കുഴപ്പം.